ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഉത്തരവ് പുറത്തിറങ്ങി. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാരും CS സുധയുമാണ് പ്രത്യേക ബെഞ്ചിലുള്ളത്. റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന പൊതു താൽപര്യ ഹർജിയും അനുബന്ധ വിഷയങ്ങളും പുതിയ ബെഞ്ച് പരിഗണിക്കും. അതേസമയം പീഡനാരോപണ കേസിൽ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചു. ഈ രണ്ട് വാർത്തയുടെയും വിശദാംശങ്ങൾ അർച്ചന നൽകും. അർച്ചന, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനു, മണിക്കൂറുകൾ നീണ്ട നടപടികൾക്കൊടുവിലാണ് നടൻ മുകേഷിനും അതുപോലെ ഇടവേള ബാബുവിനും ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ഇത്തരത്തിൽ 2 ആൾ ജാമ്യം, അതായത് 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. മറ്റൊന്ന്, മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ കേരളം വിട്ടുപോകരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആലുവ സ്വദേശിയായ നടിയാണ് ഇത്തരത്തിൽ ഇരുവർക്കും പരാതി നൽകിയിരിക്കുന്നത്. ഇവർ ലൈംഗികമായി തന്നെ അതിക്രമിച്ചെന്നടക്കമുള്ള പീഡന പരാതിയാണ് ഇവർക്കുമെതിരെയുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വാദങ്ങൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് എതിർഭാഗം അഭിഭാഷകന് കഴിഞ്ഞു. അതിൽ പ്രധാനമായും അവർ പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ഞങ്ങൾ പക്കലുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് മുകേഷിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. അതായത് ഇതൊരു വ്യാജ പരാതിയാണ്, ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മുകേഷിന്റെ അഭിഭാഷകനും മുകേഷും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് അഭിഭാഷകൻ നേരത്തെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് തെളിയിക്കുന്നതിന് അടിസ്ഥാനമായുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയെന്ന അഭിഭാഷകൻ പറയുകയുണ്ടായി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ നടി തന്നിൽ നിന്നും പണം ആവശ്യപ്പെട്ടിരുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇതെല്ലാം തന്നെ, ഇത്തരം തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ നേരത്തെ തന്നെ ഹാജരാക്കിയിരുന്നു. മാത്രമല്ല, നേരത്തെയും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുകേഷ് കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് 5 ദിവസം കോടതി അറസ്റ്റ് തടഞ്ഞടക്കമുള്ള നടപടികൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടേതാണ് നടപടി. ഇടവേള ബാബുവിനെതിരെയും ആലുവ സ്വദേശി നൽകിയ പരാതി ആണ്. ഈ പരാതിയിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം ഇടവേള ബാബുവിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികളടക്കം കടക്കാനുണ്ട്. കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുകയാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ സ്പെഷ്യൽ ബെഞ്ചിനെ നിയോഗിച്ചിരിക്കുകയാണ്. അതായത് വിശാലമായ ബെഞ്ച്, പ്രത്യേക ബെഞ്ച്, അതായത് വനിതാ ജഡ്ജി ഉൾപ്പെടെ അടങ്ങുന്ന ബെഞ്ചാണ് ഇനി കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിഗണിക്കുക. ഇത് പൊതു താൽപര്യ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ ഈ ബെഞ്ച് പരിഗണിക്കും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതെല്ലാം തന്നെ ഈ ബെഞ്ചായിരിക്കും ഇനി പരിഗണിക്കുക. ഇതിൽ ഈ ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ഹർജികളെല്ലാം തന്നെ ഇവരുടെ പരിഗണനയിൽ വരും. യെസ്, വ്യക്തമാണ്. അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്.